ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ്, അഥവാ കോളിഫ്ലവർ ബജി. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതിനായിട്ട് കോളിഫ്ലവർ എല്ലാം ഞാൻ കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാനാണ് എടുക്കുന്നതെങ്കിൽ മാക്സിമം ചെറുതായിട്ട് തന്നെ എടുത്താൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. കോളിഫ്ലവർ നമ്മൾ എത്ര വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ കണ്ണിൽ പെടാത്ത ഒരുപാട് ഇൻസെക്ട്സ് ഒക്കെ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ കോളിഫ്ലവർ അവിടെ ഇരുന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ബാറ്റർ നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലോട്ട് 1 കപ്പോളം കോൺഫ്ലവർ ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ല എന്നാണെങ്കിൽ പകരം മൈദയോ കടലമാവോ അതല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ എരിവ് കൂടാതെ നമുക്ക് കുറച്ച് കളർ കൂടി കിട്ടും. ഒപ്പം തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോവാനും പാടില്ല, എന്നാൽ ഒരുപാടങ്ങ് കട്ടയോ ആവാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ പ്രിപ്പയർ ചെയ്യാനായിട്ട്. കൂടാതെ കട്ടയില്ലാതെ തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തു എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി ഈ ബാറ്ററിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കോളിഫ്ലവർ കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേവിച്ച് വെള്ളം ഊറ്റി നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തേക്കണേ കോളിഫ്ലവർ. എന്നിട്ടൊന്നെങ്കിൽ നമുക്കിതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ബാറ്റർ ഇതിലേക്ക് നല്ല രീതിയിൽ പിടിക്കുകയും ചെയ്യും. അതല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണമെന്നാണെങ്കിൽ അങ്ങനെയാണേലും ചെയ്യാം. ഞാനിതൊരു 10 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു പാൻ എടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്തേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ 1 by 1 ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുള്ളൂ. ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോഴേക്കും മറ്റേ സൈഡിലോട്ട് തിരിച്ചിടാം. അങ്ങനെ തിരിച്ചും മറിച്ചു വിട്ട് 2 സൈഡും നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ പിന്നെ ഇത് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ നോർമലായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. എങ്കിൽ കൂടിയും എനിക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇത് കിട്ടി കേട്ടോ. ഇനി ഇതിൻ്റെ 2 വശവും നല്ലപോലെ മൊരിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് അതുകൂടി ഒന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ ഉത്സവപ്പറമ്പിലും പുറത്തുമെല്ലാം പോകുമ്പോൾ കോളിഫ്ലവർ ബജിയിലോട്ടാട്ടോ ആദ്യം ഓടിച്ചെല്ലുന്നത്. അത് കഴിക്കാൻ എന്തോ ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് തോന്നാറുണ്ട്. എന്നാൽ ഇന്ന് വീട്ടിൽ കോളിഫ്ലവർ ബജി ഉണ്ടാക്കിയപ്പോഴാണ് എൻ്റെ മനസ്സിലോട്ട് പല ചോദ്യങ്ങൾ കടന്നു വന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെ ആയിരിക്കുമോ പുറത്ത് അത്രയും ബൾക്കായിട്ട് ഉണ്ടാക്കുന്നത്? ഒരിക്കലും അല്ല. വീട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന അത്രയും ഡീപ്പായിട്ട് അവർക്ക് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ കോളിഫ്ലവർ ആണെങ്കിൽ കൂടി ഫ്രഷ് ഒരു കോളിഫ്ലവർ വാങ്ങി വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതല്ലേ കുട്ടികൾക്കും നല്ലത്. ഒരുപാട് സ്നാക്സും മുരിച്ചെടുത്ത് അതേ എണ്ണയിൽ തന്നെ ആയിരിക്കും നമുക്ക് വീണ്ടും ഇതൊക്കെ വറുത്ത് തരുന്നത്. അപ്പോൾ മാക്സിമം പുറത്തുനിന്ന് ഇതുപോലുള്ള സ്നാക്സൊക്കെ ഒഴിവാക്കാൻ നോക്കുക. വീട്ടിൽ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ ഒരു കോളിഫ്ലവർ ബജി ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാൻ ഈ കോളിഫ്ലവർ ബജിയുടെ പുറത്തേക്ക് കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്താട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടണിലെ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.